കുംഭമേളയിൽ മാല വിൽക്കാനെത്തിയ മൊണാലിസയുടെ വെള്ളാരം കണ്ണുകളായിരുന്നു ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ദേശീയ മാധ്യമങ്ങൾ ബ്രൗൺ ബ്യൂട്ടി എന്ന് വിശേഷിപ്പിച്ച മൊണാലിസയുടെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. ഇതോടെ ഇവരെ കാണാൻ നിരവധി പേർ എത്തുകയും തിക്കും തിരക്കും വർദ്ധിക്കുകയും ചെയ്തു. പിന്നീട് മാല വിൽപ്പന നിർത്തി മൊണാലിസയ്ക്ക് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നത് വലിയ വാർത്തയായിരുന്നു. ഇപ്പോഴിതാ ഇവർ ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബോളിവുഡ് സംവിധായകൻ സനോജ് മിശ്രയുടെ ദ സ്റ്റോറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലേക്കാണ് മോനിക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. രാമജന്മഭൂമി, ദ ഡയറി ഓഫ് വെസ്റ്റ് ബംഗാൾ, കാശി ടു കശ്മീർ എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ സനോജ് മിശ്ര മോനിക്കൊപ്പം നിൽക്കുന്ന ചിത്രവും സമൂഹമാധ്യമത്തിലൂടെ പ്രചരിക്കുന്നുണ്ട്. സനോജ് മിശ്ര മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള മോനിയുടെ താമസ സ്ഥലത്തെത്തി സിനിമയുടെ കരാറിൽ ഒപ്പുവെച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ. കുടുംബം അനുവദിച്ചാൽ സിനിമയിൽ അഭിനയിക്കാൻ താൽപര്യമുണ്ടെന്ന് മൊണാലിസ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ മാലവിൽപ്പനയ്ക്കായി എത്തിയപ്പോഴാണ് മോനി ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞത്. മോനിയുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചതോടെ അവളെ കാണാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി പേർ എത്തുകയും തുടർന്ന് മോനിയുടെ പിതാവ് മകളെ സ്വദേശമായ മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. അതേസമയം മൊണാലിസ സ്വന്തമായി യൂട്യൂബ് പേജും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് പേജുമെല്ലാം തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തിക്കയറുകയാണ്. ഇതിനിടയിൽ ചിത്രങ്ങളും വീഡിയോകളും വൈറലായതോടെ പെൺകുട്ടിക്ക് 10 ദിവസത്തിനകം 10 കോടി ലഭിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വ്യാജമാണെന്ന് മൊണാലിസ തന്നെ പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.